മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവർ മരിച്ചുപോയി. അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ ഇതുപോലുള്ള പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ ഒരു അപ്പനാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കാണുന്നത് ഈ വിഷമങ്ങളും ഇല്ലായ്മയും വലിയ നമ്മൾ ഒരു മക്കളൊരു ആഗ്രഹം പറയുന്നത് എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ 2 സീൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജയിച്ചിട്ടിങ്ങനെ വരുന്നൊരു പരിപാടി വിളിച്ചിട്ട് അതൊരു നമ്മൾ എന്നെ നോക്കാം, നമുക്ക് ദൈവം തരും, ആ സമയത്ത് നമുക്ക് ഇതാവുമെന്ന് പറഞ്ഞു. പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ, ആ സീൻ ഞാൻ കേട്ടിട്ട് അതിൻ്റെയോടുള്ള, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോള് വരുന്നു. ഈ 2 സീനാണ് അരുണ പറഞ്ഞ് വിളിച്ചിട്ട് വന്നു. ആദ്യത്തെ അരുണ ഞാൻ വെള്ളി എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കോള് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നിക്കുന്നതിനാണ് നോക്കിയിട്ടാണ് അങ്ങനെ ഒരു സാധനം വെക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഹാപ്പി നല്ല കട്ട് ചെയ്ത് പറഞ്ഞാൽ അച്ഛനെ കാണിക്കുന്നത്, അച്ഛൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പോഴും നമുക്ക് ധൈര്യമായി ഇത് എന്നുള്ള സംഭവം. പിന്നെ മറ്റേ സിനിമ ഈ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വേറെയുള്ള, പിന്നെ എനിക്ക് സങ്കടങ്ങളെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല, പക്ഷെ എനിക്ക് ചിരിൻ്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സങ്കടം തന്നെയായിരിക്കും.